ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി കൂൺ റെസിപ്പി കണ്ടാലോ. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വലിയ കൂൺ വെച്ചിട്ട് അടിപൊളി ഒരു കൂൺ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞിപ്പെണ്ണ് രാവിലെ പറമ്പിലൂടെ നടക്കുന്ന സമയത്താണ് കേട്ടോ ഈ കൂണ് കാണുന്നത്. കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂൺ വിഭവങ്ങളെല്ലാം തന്നെ. കൂൺ തോരനും കൂൺ മെഴുക്ക് വരട്ടിയും കറിയും അങ്ങനെ എന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അവൾ കഴിച്ചോളും. പ്രത്യേകിച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയല്ലേ. മറ്റു വിഷയങ്ങളൊന്നും ചേരാത്തതും ഫ്രഷായിട്ടുള്ളൊരു സാധനം കിട്ടുക എന്ന് പറയുമ്പോൾ. അതിനിടയ്ക്ക് ഞാനിങ്ങനെ മോളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കറി വയ്ക്കണോ അതോ മെഴുക്കുരുട്ടിയാണോ വയ്ക്കേണ്ടതെന്നൊക്കെ. പക്ഷേ കറി എന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും പിന്നീട് അവൾ പ്ലേറ്റ് മാറി കറി വേണ്ട മെഴുക്കുരുട്ടി മതി എന്ന് പറഞ്ഞേ. നല്ല വലിപ്പമുള്ള കൂണാണ് കേട്ടോ, മഴത്തണ്ടൻ കൂണല്ല, ഇത് പെരുന്തണ്ടൻ കൂണെന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ആ ഭീമൻ കൂണിനെ അമ്മയാണ് കേട്ടോ ക്ലീനൊക്കെ ചെയ്യുന്നത്. നമ്മളതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ആ മണ്ണൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്തെ മുഴുവനായിട്ടൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ കത്തി കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ചുരണ്ടുന്ന ടൈമിൽ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് മാറിപ്പോവും. പിന്നീട് അതിനെ നമ്മൾ ഇതേപോലെ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളത്തിലേക്ക് അരിഞ്ഞിങ്ങനെ ഇടുകയാണ് ചെയ്യാറുള്ളത്. കുഞ്ഞിപ്പെണ്ണും കൂടി അമ്മയുടെ ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ കൂണിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുള്ള കൂണ് ഏകദേശം ഒരു 15 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിങ്ങനെ വയ്ക്കും. അതിനുശേഷം മാത്രമേ ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂണൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം, അതായത് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടെ നന്നായിട്ട് കൂണിലേക്ക് തിരുമ്മി ഇങ്ങനെ പിടിപ്പിച്ച് ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൂണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇനി ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവാൻ വേണ്ടി വയ്ക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം ഇതേപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ലതായിട്ട് ആവിയിലൊക്കെ ഇരുന്നിട്ട് വെന്ത് കിട്ടിയതാണ് കേട്ടോ. വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കൂൺ റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.